വേസ്റ്റ് ഒക്കെ വാരി കഴിച്ചെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ എച്ചിപ്പാത്രത്തിൽ നോക്കുമ്പോ തുണ്ട മീനുകളൊക്കെ കിടക്കുമ്പോ ഞാൻ അതെടുത്ത് കഴിക്കും. കഴിച്ചാ കാപ്പി കുടിച്ചാ? എന്താ കഴിച്ചു? ഇല്ല ഒന്നും കഴിച്ചില്ല. കാരണം വീട്ടില് വെക്കാനായിട്ട് കാപ്പി ഐറ്റം ഒന്നുമില്ല, അരി മാത്രമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോ ചില ആൾക്കാര് പറഞ്ഞല്ലോ, ഈ പലതും പറയും കൊച്ചിനെ കൊണ്ട് വിൽക്കാൻ നടക്കണം, കൊച്ചിനെ ഇങ്ങനെ കൊണ്ട് ഈ പിച്ച തെണ്ടാൻ കൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ തളർന്ന എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോ മാറ്റാൻ പറയുമ്പോ മാറ്റാം. ഇതാണ് നിങ്ങളുടെ കട. മറന്നുപോയാ നീ? മറന്നുപോയാ? ഓർമ്മയില്ലേ? അവനാ മൂടൗട്ടായിട്ടിരിക്കണ? ഇന്ന് മൂടൗട്ടായിട്ടിരിക്കണം. ഇന്നലെ വരെ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അയ്യോ പറഞ്ഞില്ല, ആള് മാറിപ്പോയി. നീ പേരെന്തോന്നു? എന്റെ പേരും കൂടെ ചേർത്തേ പറയും. ആലിയ നിനിയാ? എന്റെ പേരും കൂടെ ചേർത്തേ പറയത്തുള്ളൂ. ആലിയ ലിനി. എത്ര പഠിക്കുന്നേ? 2-ലാ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് കട്ടടിച്ചല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കട ഉദ്ഘാടനം ചെയ്യാം. നീ ഉദ്ഘാടനം ചെയ്യോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഇത് കൊള്ളാം. ഇത് എനിക്ക് വിശ്വസിക്കാവണില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനൊരു ഇത് പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് എന്റെ മോനും ഞാനും. അതെ, നിങ്ങൾ രണ്ടുപേരാണല്ലോ കച്ചവടം ചെയ്യണത്. ഞാനും മോനും. ഇത് എനിക്ക് തന്ന ഏറ്റവും വലിയ സർപ്രൈസ് ആയിപ്പോയി. ഒരു ഷോക്കായിപ്പോയി. ഉള്ളിലുണ്ട് ഒരു ഷോക്കായിപ്പോയി. കാരണം നീ ഇങ്ങനെ ഒരു പേരല്ലായിരുന്നു ഉദ്ദേശിച്ചത്. എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഈ ലോട്ടറി ഏജൻസി അങ്ങനെ എന്തെങ്കിലും ധരിച്ചത്. പക്ഷെ എന്റെ മോനെ നിങ്ങളുടെതാണല്ലോ കട ഇല്ലേ? നിങ്ങളുടെ കടയില്ല. അപ്പൊ അമ്മയും മോനും സർപ്രൈസ് നിങ്ങൾ പറയുകയും ചെയ്തതല്ലേ? സർപ്രൈസ് ആയപ്പോ ഷോക്കായി. ഒരുപാട് ഒരു സന്തോഷവും ഉണ്ട്, ഒരു വിഷമവും ഉണ്ട്. കാരണം ജീവിതത്തില് നല്ലതായിട്ട് വീട്ടിൽ നിന്ന് ജീവിക്കാനുള്ളടുത്ത് ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നടന്ന് ചെയ്യുമ്പോ ഒരു വിഷമവും ഉണ്ട്. പിന്നെ ആൾക്കാർ പലതും പറയുന്നുണ്ട്, വേദനിപ്പിക്കാനായിട്ട് ആൾക്കാരുണ്ട്, ഒറ്റപ്പെടുത്താനായിട്ട് ആൾക്കാരുണ്ട്. പിന്നെ മക്കളെ പട്ടിണിക്കിടാതെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ അമ്മയുണ്ട്, മോളിതായത്, പിന്നെ ഞാൻ. ലോട്ടറിയുടെ ഒരു വരുമാനത്തിലാണ്? ലോട്ടറിയുടെ ഒരു വരുമാനം തന്നെയാണ്. മോളെ പഠിപ്പിക്കണം, മോക്ക് പുതിയ ഡ്രസ്സ് എടുക്കണം. പഴയ ഡ്രസ്സ് ആരെങ്കിലും കൊണ്ടുവന്നാൽ പോലും ഞാൻ വാങ്ങിക്കൂല. കാരണം ജീവിതത്തിൽ ഞാൻ പഴയത് കുറെ ഇട്ടതാണ്. കാരണം പിന്നെ മക്കൾ അത് ഇടരുതെന്നുള്ള ഇതുണ്ട്. ഞാൻ വാങ്ങിച്ചിടും, ഞാൻ ഇപ്പോഴും വാങ്ങിച്ചിടും. കാരണം എന്റെ മക്കൾക്ക് പുതിയത് വാങ്ങിയിട്ട് ഞാൻ ഇത് ആവും. അല്ലെങ്കിൽ ഞാൻ ആയുർവേദ പ്രോഡക്റ്റ് കമ്പനിയിൽ പോയി ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഓരോ വീടാന്തോറും എത്തുമ്പോ ഇതിനവിടെ കിടത്തിയിട്ടാണ് പ്രോഡക്റ്റ് സാധനം ബാഗിൽ നിന്ന് എടുത്ത് അച്ഛനല്ലേ അപ്പൊ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെ, നിങ്ങളുടെ ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പുതിയൊരു സംരംഭം തുടങ്ങുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തുടങ്ങുക.
ഇനി നല്ലൊരു വരുമാനം ഉണ്ടായി മാറട്ടെ. അപ്പൊ എല്ലാരും കൈ പിടിച്ച് മോളെ പിടി അച്ഛ പിടി അമ്മേരെ കൈ പിടി അമ്മേരെ കൈ പിടി. ആ അല്ല കുട്ടി. അയ്യോ എവിടെ കൂടെ പറഞ്ഞത്? രണ്ടെണ്ണം വാങ്ങിച്ചത് നന്നായി. നിങ്ങൾ പൊക്കത് പറ്റിയില്ല. പിടിച്ച് ആ ഓക്കെ ഓക്കെ. അങ്ങനെ നിങ്ങൾക്കൊരു കടയായിരിക്കുന്നു. സന്തോഷം. എന്താണ് അമ്മ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമാണ്. സഹായം ചെയ്ത് ഒരുപാട് ദൈവം ധാരാളം നന്മകൾ വാങ്ങി നല്ല ജീവിതം ഉണ്ടാകും. അമ്മേടെ പേരെന്താണ്? നിർമ്മല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോ ചില ആൾക്കാര് പറഞ്ഞല്ലോ, ഈ പലതും പറയും കൊച്ചിനെ കൊണ്ട് വിൽക്കാൻ നടക്കണം, കൊച്ചിനെ ഇങ്ങനെ കൊണ്ട് ഈ പിച്ച തെണ്ടാൻ കൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ തളർന്ന് എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോ പലരും പറയാറുണ്ട്. പിന്നെ അതും പോയിട്ട് മറ്റേ ആ സൈഡിൽ നിന്ന് വന്ന ആൾക്കാര് കൊച്ചിനെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമത്തിലാണ്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കരയാനേ എനിക്ക് നേരം ഉണ്ടായിട്ടുള്ളൂ. കാരണം എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനൊരു തട്ടോ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു കടയോ വാടകയൊക്കെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് പറയാം, അമ്മ ഒരു കടയിടാനും പറ്റൂല, കാരണം ടിക്കറ്റ് വിൽക്കാൻ പറ്റൂലല്ലോ, ടിക്കറ്റ് തീരെയില്ല. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് എന്തായാലും ഈ കടയിടാൻ പറ്റൂല അമ്മ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കടയിടാൻ എന്താണ് ഒരുപാട് ഇങ്ങനെ വിൽക്കാതെ കെട്ട് കണക്കിന് കൊണ്ടുവന്ന് കത്തിച്ചിട്ട് നെഞ്ചിലെടുത്ത് കാണിച്ചത് ഭയങ്കര അത്രയും പൈസ കൊടുത്ത് വാങ്ങണില്ല. അപ്പൊ പോവാതെ വരുമ്പോ വീട്ടിലിരിക്കുമ്പോ അതില് പൈസ ഉണ്ടാവൂല ചിലപ്പോ അല്ലേ, കൊടുക്കണമെങ്കിൽ പിന്നെ പലരെയും പലിശക്ക് എടുക്കും. ഭയങ്കര ചെറിയ ലാഭത്തിലേ ഉള്ളൂ, എന്നാലും അതുപോലും പറ്റുന്നില്ല. പക്ഷെ ഞാൻ അന്ന് ചേച്ചി കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും വിഷമം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, തമ്പാനൂന്ന് ലോട്ടറി എടുത്തിട്ട് മലയൻകീഴ് വരെ നടന്നു പോകും. ഇല്ലെങ്കിൽ അന്ന് ഇവിടെ നടന്ന് ഇവിടെ പോണ വഴിക്ക് തളർന്നാണ് ഇവിടെ പാങ്ങോട് ഇരുന്നത്, അവിടെ ഇരുന്നത്. ടിക്കറ്റ് തീർന്നാൽ മതി എന്നുള്ളൊരു ടെൻഷൻ മാത്രം. കാരണം അത് തീർന്നാലേ എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ബുക്കാണെങ്കിലോ ഒരു തുണിയാണെങ്കിലോ എനിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കടപ്പണ്ണം പ്രതീക്ഷിക്കും എന്റെ മക്കള്. അതെന്റെ ബാഗിൽ നിന്ന് ഇവള് വന്ന് നോക്കിയെടുക്കുകയും ഞാൻ അവളെ കട്ടെടുക്കുന്ന കള്ളി എന്നൊക്കെയാണ് പറയണത്. കാരണം ആ ഒരു ചെറിയൊരു ഇതിലായിട്ട്, അല്ലാതെ കാരണം അവള് ബാഗ് തുറന്ന് നോക്കും അമ്മ കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ അവളെ വിഷമമായിട്ട് അവള് ചെന്ന് കമ്മന്നടിച്ച് കിടക്കും. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. കാരണം നമ്മളിപ്പോ ചെറുതായിട്ടെങ്കിലും മുട്ടായിങ്ങളും കൊണ്ട് കൊടുത്താൽ അതൊരു സന്തോഷമാണ് എനിക്ക്. അപ്പൊ ഞാൻ ഈ വിൽക്കാതെ വരുമ്പോ എന്റെ അമ്മരെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാം, അമ്മ ഇതൊന്നും പോയില്ല, വാങ്ങാൻ തോന്നുന്നില്ല. അവരവിടെ കത്തിക്കേക്കും. ഈ ടിക്കറ്റ് വിൽക്കാതെ പോകുമ്പോ നേരെ എടുത്ത് കത്തിക്കുകയാണ് ഓരോ ദിവസം എടുക്കുന്നത്. പിറ്റന്നാകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് വയ്യാതാ, പിന്നെ ആശുപത്രി അങ്ങനെ പോകും. പിന്നെ അന്ന് രാത്രിയൊക്കെ ആകും വരുമ്പോഴേ അവിടെ ട്രിപ്പ് കൊടുക്കും, എടുത്തൊക്കെ നടക്കും. രാത്രിയാകും വരുമ്പോൾ രാവിലെ ആകുമ്പോഴും അന്നേരം കരച്ചിൽ എന്ത് വെക്കണം, ടിക്കറ്റ് വിൽക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല, എങ്ങനെ പൈസ കൊടുക്കും, ഓരോരുത്തർക്ക് പൈസ കൊടുക്കണം. പിന്നെ അവര് കാണുമ്പോഴേ ടിക്കറ്റ് വിറ്റില്ല എന്നുള്ളത് പറയുമ്പോ അവർക്ക് വിശ്വാസം വരില്ല. എന്നും പോണയാണല്ലോ എന്നും പോണയാണല്ലോ എന്ന് പൈസ കൊടുക്കാനുള്ള ഒരു ചോദ്യം. കാരണം പൈസ അവര് എന്ന് നീ പോണം, നീ കൊച്ചിനെ കൊണ്ട് പോണം, പിന്നെ നീ എങ്ങനെ ടിക്കറ്റ്? ഞാൻ പറഞ്ഞു എന്നും പോണില്ല, ഒരു ദിവസം പോയാൽ ഞാൻ പിറ്റേന്ന് വീട്ടിൽ കിടക്കുകയാണ് ചെയ്യണത്. കാരണം എനിക്ക് നടക്കാൻ വയ്യ. ഇവനെ എടുത്തോണ്ട് നടക്കും, ഇവനെ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ റോട്ടി ഇറങ്ങി ഓടും, മെയിൻ റോട്ടി ഇറങ്ങി ഓടും, വണ്ടിക്കാരന്മാർ വരെ ചീത്ത പറയും. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാനാണ് തോളിലെടുത്തിട്ട് മിണ്ടാതെ ഇരിക്കുന്നത്. പിന്നെ ഇവ എന്നെ കണ്ടില്ലെങ്കിൽ ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇവന് മൂത്രമൊഴിക്കാനെടുത്ത് ഇനി അടുത്തവരൊരു സർജറി ചെയ്യുമെന്ന് രണ്ടെണ്ണം കഴിഞ്ഞു. കാരണം അവര് ചെയ്യുമെന്ന് പറഞ്ഞാക്കിയിട്ടാണ് ചെയ്യുന്നത്.
ജനിച്ചപ്പോ മൂത്രം ഒഴിക്കുന്ന ഹോൾ ഇങ്ങ് താഴെയായിരുന്നു. സാധാരണ എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു, കുഞ്ഞു ഹോളായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അത് അടഞ്ഞു പോവും, അതുകൊണ്ട് അതിനൊന്ന് വലുതാക്കാന്ന് പറഞ്ഞു. 1 വയസ്സായപ്പോ അത് വലുതാക്കി. പിന്നീട് അതിനെ അടച്ചിട്ട് തുമ്പിലിട്ട് തരാന്ന് പറഞ്ഞു, സാധാരണ ഇതായിട്ട്. അപ്പൊ അത് ഇട്ടപ്പോഴും അതും ഒരു കുഞ്ഞായിപ്പോയി. അപ്പൊ അവര് ട്യൂബ് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയില്ലെങ്കിൽ വീണ്ടും അവര് ചെയ്യും. പക്ഷെ ഹാർട്ടിന്റെ പ്രശ്നം കാരണം ഇവ ഏങ്ങണതാണ്, ഡോക്ടർമാർക്ക് ഇടയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡോക്ടർമാർക്ക് ചില നേരത്തെ ഇടയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം ഇവ ഉള്ളേങ്ങണത് അവര് ആദ്യം പറഞ്ഞു എന്റെ അടുത്ത്. പിന്നീട് ഇവ ഒരിക്കൽ അൺകോൺഷ്യസ് ആയിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോ അവര് പറഞ്ഞു അയ്യോ ഈ കുഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ മെഡിക്കൽ കോളേജില് ഞാൻ അന്ന് മരിച്ച അവസ്ഥയിലായിരുന്നു അതിനകത്ത്. കാരണം കുഞ്ഞ് പോയി എന്ന് പറയുമ്പോ എനിക്ക് പറ്റൂല. കാരണം എന്റെ കുഞ്ഞാണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം ഞാൻ വളർത്തണത്, ഞാൻ മരിക്കണത് വരെ എന്റെ മക്കൾ എന്റെ കൂടെ വേണം. ആ ഒരു ഇതിലാണ് ഞാൻ വളർത്തണത്. പിന്നെ ഇവിടെ ഒരു ചട്ടമ്പിയാണ്, ഇവിടെ ഒരു ചട്ടമ്പിയാണ്. രാവിലെ കഴിച്ച കാപ്പി കുടിച്ചാ? ഇല്ല ഒന്നും കഴിച്ചില്ല. കാരണം വീട്ടില് വയ്ക്കാനായിട്ട് കാപ്പി ആയിട്ട് ഒന്നുമില്ല, അരി മാത്രമുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു മക്കളെ അരി ഇട്ട് വെച്ചിരുന്ന എന്തേലും നമുക്ക് രാത്രി ഇട്ട് വെക്കാം. രാവിലെ ഒന്നും കഴിച്ചില്ല. കാരണം എങ്ങനെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു ഇതൊന്ന് വന്ന് കണ്ടാ മതി എന്നൊരു ഇതായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇതൊന്ന് വന്ന് കണ്ടാ മതി, മക്കൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് രക്ഷപ്പെടുന്ന കണ്ടാ മതി എന്നുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ച് വരുന്നത് വരെ എന്റെ റോഡെ നടക്കില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കും, അല്ലെ തലകറങ്ങി വീണാ പോലും അറിയില്ല. ചേച്ചിയുടെ കോലം തന്നെ അറിയാം, ഒന്നും കഴിക്കാത്തതിന്റെ ഉള്ള അത്രയും സിറ്റുവേഷൻ ഉണ്ട്. 2-3 പ്രാവശ്യം തലകറങ്ങിയൊക്കെ വീഴുന്ന ആൾക്കാരൊക്കെ എടുത്ത് തക്കാട് ആശുപത്രി കൊണ്ട് അപ്പോഴും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കണം, ആഹാരമൊക്കെ കഴിക്കണം. പക്ഷെ കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. കാരണം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കില്ലല്ലോ എന്നുള്ള ഒരു വർഷത്തൂടെ പൈസ കേട്ടോണ്ടിരിക്കും. ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ പൈസയാണ്. കാരണം ഫുഡിനും മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാനും അവരകത്ത് തന്നെ അവർ എഴുതി തരും. പക്ഷെ അവിടെ പോകുമ്പോ കാരുണ്യയിലൊക്കെ പോകുമ്പോ അവര് പറയും ഇവിടെ ഇല്ല, കൂടിയ മരുന്ന് വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും. പിന്നെ ഇവര് രണ്ടും വീട്ടിലായിരുന്നു അന്ന്, ആശുപത്രിയിലായിരുന്ന സമയത്ത് ബൈ ചാൻസ് ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാത്തിനും എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ഞാൻ ചെയ്ത്. ഇത് ദൈവമായിട്ട് ചെയ്തെന്നാണ് പറയാ. സത്യം ദൈവം തന്നെയാണ്. ദൈവം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അതേ രൂപമായിട്ട് വന്ന ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ പിന്നെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ചിരിച്ചതും സംസാരിച്ചതായിട്ട് നിന്നത്. പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾ ദൈവം തന്നെയാണ്. അല്ല എന്റെ അടുത്ത് ചേച്ചി പറയാൻ ഞാൻ ചോദിക്കും, ഇങ്ങനെ റോഡിൽ ഇരിക്കണതൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല ഒരു തട്ട് ഇരുന്നൂടെ. ആദ്യം ഞാൻ തട്ടുകടയാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു മോനുമായിട്ട് തട്ടുകട പറ്റൂല, ലോട്ടറി കടക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ലോട്ടറി കട ഇട്ട് തന്നാ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച്. അപ്പം അതില്ലാത്തതിന്റെ ഒരു വിഷമത്തിലാണ് ഇരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു ചെയ്തത്. അതേ ഇവിടെ വെയിലില്ല, ഇവിടെ വെയിലില്ലാത്ത സ്ഥലമാണ്. ഇനി ഇവിടുന്ന് മാറ്റാൻ പറയണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. കാരണം സ്കൂളായതുകൊണ്ട് ഇനി ചിലപ്പോൾ സ്കൂളിലവർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം മാറ്റാൻ പറയണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടെങ്കിലും മാറ്റാം. ഇതല്ലൊരു പേരിനൊരു കടയായല്ല, ഒരു കട ആയി. അപ്പൊ നമുക്ക് വീഡിയോയിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കട ആണല്ലേ. കാരണം ഞാൻ അത്രയ്ക്ക് നടന്ന് ഇവനെ കൈക്കുഞ്ഞായിരുന്നപ്പോഴും കൊണ്ട് നടക്കണതാണ് ഞാൻ. എല്ലാ നാടുകളിലും 2.5 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കണല്ലേ. എല്ലാ നാടുകളിലും പോയി ആയുർവേദ പ്രൊഡക്റ്റ് കമ്പനിയില്, വീട്ടുജോലി, കടകളില്. ഇപ്പൊ എനിക്ക് കുഞ്ഞിനെ വീട്ടിൽ ഇട്ടിട്ട് എനിക്ക് പോക്ക് പറ്റൂല. ഞാൻ ഓരോ കടയിൽ നിൽക്കാൻ പോകുമ്പോ പറയും എന്റെ കുഞ്ഞിനെ കൂടെ ഒന്ന് കൊണ്ടുവന്നോട്ടെ. അപ്പൊ അവര് പറയും കുഞ്ഞിനെ കൊണ്ടുവന്ന് കച്ചവടം നടക്കൂല. നാട്ടി ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് കടകളിലെ നാട്ടി ഇറക്കിയിട്ടുണ്ട്. ഹോട്ടൽ പണിക്കാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പാത്രം കഴിയുമ്പോ എന്റെ മോനെ അവിടെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് ഞാൻ കഴുകി തന്നോളാം, നിങ്ങൾക്ക് ഇപ്പം കറക്റ്റ് ഞാൻ ചെയ്തോളാം. അപ്പൊ പറഞ്ഞ അത് പറ്റത്തില്ല, കുഞ്ഞുണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ല. എല്ലാ വിഷമത്തിലും മരിക്കാനാണ് ഞാൻ നോക്കിയത്. മരിക്കാന്ന് പറഞ്ഞാൽ ഇനി ജീവിക്കണ്ട, മക്കൾക്ക് വിഷമം പോയി കറങ്ങി എനിക്ക് പറ്റൂലെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം അവരെ വളർത്തണ്ടേ, അവരെ വളർത്താൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ കെട്ടിയവന്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ എനിക്ക് ചോദിക്കാൻ പറ്റൂല. ചോദിച്ചാൽ അവർ തരത്തില്ല, ആര് ചോദിച്ചാലും തരത്തില്ല. ഇപ്പൊ ഒരു 100 രൂപ ചോദിച്ചു കഴിഞ്ഞാലും അവര് കൊറേ കണക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് അവർ തരണം. തന്നാലും പിന്നെ എനിക്ക് കൊടുക്കാനും പറ്റുന്നില്ല. കാരണം ഇത് വിറ്റ് തീർന്നാലേ എനിക്ക് കൊടുക്കാനും പറ്റുള്ളൂ. ഇപ്പൊ ഒരു ദിവസം വിറ്റില്ലെങ്കിൽ പിറ്റേന്ന് ഞാൻ അങ്ങേരെ അടുത്ത് പറയാം മക്കളെ എനിക്ക് കുറച്ച് പൈസയും കൂടെ താങ്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ വേറെ വാക്കുകളെല്ലാം സംസാരിച്ച് ഒക്കെയാണ് തരണത്. പക്ഷെ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണത് ഞാൻ ജീവിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്.
എനിക്ക് ഇടയ്ക്ക് കോളുകൾ വന്നിട്ട് പറയും ഞാൻ പൊന്നുപോലെ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഞാൻ അതെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തും അതെല്ലാം ഞാൻ കളഞ്ഞാണ് ജീവിക്കുന്നത്. പിന്നെ എൻ്റെ മക്കളെ നേരായ വഴി കൂടെ, കാരണം അമ്മ നേരാണെങ്കിൽ മക്കൾ നേരായിട്ട് വളരണമെന്നൊരിതാണ്. എൻ്റെ അമ്മ നേരായിട്ട് ജീവിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ഇത് തെരഞ്ഞെടുത്തത്. ചോദിച്ചാൽ മക്കൾക്കോ അമ്മയ്ക്കോ ആരുമില്ല, കാരണം ഞാനുള്ളതുകൊണ്ടാണ് അവര് കിടക്കുന്നത്. അമ്മ കൂടെ തന്നെ നല്ല സപ്പോർട്ടായിട്ടുണ്ടല്ലോ അല്ലേ? അവര് വാക്കുകൊണ്ട് സപ്പോർട്ടായിട്ട്. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ ചില നേരത്തെ അവർക്ക് നിയന്ത്രണം കിട്ടൂല. 53 വയസ്സായ ചില നേരത്തെ അവർക്ക് നിയന്ത്രണം കിട്ടൂല. എന്നെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ നിൽക്കും. നീ അങ്ങനെ പോയി ഇങ്ങനെ ജീവിക്കണം പറഞ്ഞു പോണതാണ്. കാരണം അതന്നെ വിഷമങ്ങളും കുറ്റങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പരസ്പരം കുറ്റങ്ങൾ പറയും, പരസ്പരം പിണങ്ങും, അങ്ങനെ നിക്കണം. പക്ഷെ എന്ത് പറഞ്ഞാലും എനിക്ക് ഇവരെ നോക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജനിച്ചത് അങ്ങനെയാണ്. എന്നെ വളർത്തി ഇത്രമേലാക്കിയത് അവര് തന്നെയാണ്. അപ്പൊ നമ്മള് മരിക്കുന്നത് വരെ അവരെ നോക്കണം. ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ദൈവം കൊണ്ട് തന്നതാണ്. കാരണം അത്രയ്ക്ക് ഞാൻ നടന്നു ഇവനെ കൊണ്ട്. ഇനി നടക്കാൻ പറ്റണില്ല എനിക്ക്. അതാണ് ഞാൻ അധികം അവിടെ വന്നിരിക്കണത്. ഇവിടെ പൂജപ്പുര ജംഗ്ഷനിൽ വന്നിറങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ വണ്ടികൾ നിർത്തിയിട്ട് ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകും. ചില ആൾക്കാർ കൈ കാണിച്ചുകൊണ്ട് പോകും. രാത്രിയൊക്കെ ആകുമ്പോ കൈ കാണിച്ചിട്ട് പോകും. പറ്റൂല വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോഴൊക്കെ മിച്ചം വരെയാണെങ്കിൽ പിന്നെ ഞാൻ നടക്കുകയാണ് ചെയ്യണത്. പിന്നെ ഞാൻ അവിടെ ഇരിക്കൂല. ഇനി മലയൻകീഴ് വരെ ഞാൻ നടക്കും. എവിടെ വെച്ച് തീരും അവിടെ നിന്ന് ബസ് കയറി. വേസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എന്റെ ഞാൻ ഈ വിഷം തിരിക്കുമ്പോ എല്ലായിടത്തുനിന്ന് ഒരാഴ്ചയൊക്കെ നിർത്തിയിട്ട് അവര് പൈസ കൊടുക്കൂല. ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്ത് അതുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ ഞാൻ വിശപ്പ് അറിഞ്ഞു വളർന്നതാണ്. എന്റെ അച്ഛൻ കുടിച്ചുകൊണ്ടെല്ലാം ഭാര്യ എറിച്ചിലും എല്ലാ വീടുകളിലും ചെന്ന് അവരുടെ അടുത്ത് തൂക്കാൻ പറഞ്ഞ് തുടയ്ക്കാൻ പറഞ്ഞും അവർക്ക് ഈ ഈർക്കില് ഉറപ്പുണ്ടാക്കാനൊക്കെ ചെയ്തിട്ട് അവര് ചോറ് തരൂല. പകരം ഞാൻ ഐച്ചി പാത്രത്തിൽ നിന്ന് അതിന്ന് കൈയിട്ട് കറി കഴിക്കും. ആ വീടുകളിൽ നിന്ന് കോൺവെന്റുകളിൽ നിന്ന് ഞാൻ കോൺവെന്റിലൊക്കെ നിന്നതാണ്. കോൺവെന്റിൽ അവരും ഇതുപോലെയായിരുന്നു. പണം ഉള്ളവര് ജീവിച്ചിരുന്ന സമയമാണ് ആ കോൺവെന്റില്. പക്ഷെ അവരൊക്കെ കഴിക്കും, നല്ല ആഹാരങ്ങൾ കഴിക്കും. സിസ്റ്റർമാരെല്ലാം നല്ല ആഹാരങ്ങൾ കൊടുക്കും. പക്ഷെ ഞാൻ ചെന്നിട്ട് ഈ എച്ചിപ്പാത്രത്തിൽ നോക്കുമ്പോ തുണ്ട മീനുകളൊക്കെ കിടക്കുമ്പോ ഞാൻ അതെടുത്ത് കഴിക്കും. കാരണം എനിക്ക് ആഹാരം എന്ന് പറഞ്ഞാൽ ഒരു ചാറ്, നമുക്ക് മീനിന്റെ ചാറ് മാത്രമായിട്ട് വീട്ടിൽ തരും എനിക്ക് തരണത്. ചിലപ്പോ പഴങ്കഞ്ഞിയായിരിക്കും, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ കഞ്ഞിയായിരിക്കും. സ്കൂളിൽ വിടൂല. എല്ലാ ജോലിയും അവിടെ ഇട്ട് ചെയ്യിപ്പിക്കും. കാരണം ചോദിക്കാനും പറയാനും വേറെ ആരും ഇല്ല. അതുകൊണ്ട് അവരവിടെ അമ്മയുടെ പറയും, അമ്മ വരുമ്പോ പറയും അവള് പഠിക്കണില്ല, അവളൊട്ടും പഠിക്കണില്ല, അതുകൊണ്ടാണ് അവളിവിടെ ഇങ്ങനെ നിക്കണ. അവള് സ്കൂളിൽ പോകാൻ നേരത്ത് അങ്ങോടും ഇങ്ങോടും ഇല്ലാത്ത കള്ളങ്ങൾ പറയും. പക്ഷെ ഞാൻ ഇവരുടെ തപ്പിഴ് വല്ലതും പറയുകയാണെങ്കിൽ എനിക്ക് ഇവര് പോയി കഴിയുമ്പോ എനിക്ക് അടി കിട്ടും. ഞാൻ ഇവരെ ഒരിക്കൽ നിർത്തിയിട്ട് ഞാൻ പറയും മക്കളെ അങ്ങനെ എടുക്കുക. ഇവിടെ ഒരിക്കൽ നിർത്തിയിട്ട് മക്കളെ ചേച്ചിയുടെ പോകുന്ന പറഞ്ഞിട്ട് ഞാൻ പോകും. 4-5 വീട്ടിൽ പാത്രവും കഴുകി തുണിയും കഴുകി കൊടുത്ത് പിന്നെ ഓരോ ചിലയിടത്തുനിന്ന് ആഹാരം തരും, ചിലയിടത്തും തരില്ല. അപ്പോൾ ഈ തരുന്നതാണ് പൊന്നു വെച്ചിരുന്ന് വീട്ടിൽ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന നോക്കിയിരിക്കുള്ള അച്ഛൻ ഭയങ്കര കുടിയാണ്. നോക്കിയിരിക്കും. എന്നിട്ട് എന്റെ പുറകെ വരും. എന്നിട്ട് വല്ല പൈസ ആയിട്ട് ഞാൻ തട്ടിയെടുത്തോണ്ട് പോകും. ഇപ്പം ഒരു 10 വർഷമായി പോയിട്ട്. മുത്തകളെ കല്യാണം അവരുടെ സഹോദരിമാരൊക്കെ കൂടെ നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതോടെ പോയ പിന്നെ യാതൊരു ഇതും. വേറെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും പല വാക്കുകൾ പറഞ്ഞിട്ട് പോകും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാരും പല വാക്കുകൾ പറഞ്ഞു തരും. നിനക്കൊരു കടയിൽ തരാം, അല്ലെങ്കിൽ നിനക്കൊരു വീടൊക്കെ സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ മാച്ചിട്ടൊക്കെ പോകും. പക്ഷെ അവരൊക്കെ അതൊരു ദുരുപയോഗം മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ പറയും നിങ്ങൾ അങ്ങനെ എനിക്ക് ചെയ്തു തരണ്ട, നിങ്ങൾ ദൈവത്തെ ഓർത്ത് തന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറിപ്പോയി. പക്ഷെ ഇത് ദൈവം സത്യം. കാരണം നിങ്ങളിത് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അത് ചെയ്ത് തരും അവര് പറഞ്ഞത് അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചെയ്ത് തരുമോ? അമ്മയ്ക്ക് ഒരു വിശ്വാസം ഇല്ല. കാരണം ചെയ്ത് തരുമോ? ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് പോയതാണ്, അമ്മയുടെ കൂടെ സംസാരിച്ചതൊക്കെയാണ്.
അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞു മക്കളത് ചെയ്തു തരുമോ, ഞാൻ പറഞ്ഞു ചെയ്തു തരുമോ, ദൈവമാണ് അത് എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് പറഞ്ഞെങ്കിലും. നമ്മൾ ചേച്ചി മനുഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത്. ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. അതാണ് ഞാൻ അന്ന് ചേച്ചിയെടുത്ത് പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്ത്. ഇപ്പൊ ചേച്ചിക്ക് ഒരു രക്ഷപ്പെടുന്ന ഒരു ഘട്ടം വന്ന് ചേച്ചിക്ക് താഴെ നിൽക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാം. അതൊക്കെ തന്നെയാണ്. കേസ് വന്നാൽ പോലും കയ്യിൽ പൈസ ഉണ്ടാവില്ല. കാരണം ഇത് വിറ്റിട്ട് തുച്ഛമായ പൈസ പിടിച്ചു വെക്കാൻ നോക്കിയാലും പറ്റൂല. കാരണം നമ്മൾ അങ്ങോട്ട് കറക്റ്റ് പൈസ കൊടുക്കാതെ ഒരു ഈ ടിക്കറ്റ് ഇത്രയും കിട്ടുകയില്ല. കാരണം ഓഫീസിൽ പൈസ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും വേണം. അതുകൊണ്ട് ഈ മറ്റേ ആദ്യത്തെ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഓഫീസിൽ എല്ലാരും പറയാം നീ ഇപ്പൊ സ്റ്റാർ ആയെന്ന്. കാരണം ആദ്യത്തെ ആ വീഡിയോ ഇട്ടപ്പോ സൂരജ് വന്നല്ലേ, സൂരജ് നല്ല ആളാണ് എന്ന് ഓഫീസിലുള്ള എല്ലാരും കണ്ടിട്ട് പറഞ്ഞു. നീ ഇപ്പൊ വലിയ സ്റ്റാർ ആയില്ലേ. അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോ വന്നതാണ്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിരിച്ചത്. അപ്പൊ രണ്ടു നേരം എന്നെ പറഞ്ഞു നീ ഇതിന് ചിരിക്കാൻ പോയത്, നീ ഒരു ഈ സങ്കടമായിട്ട് പറയാത്തത്. ഞാൻ പറഞ്ഞു കണ്ടിട്ടുള്ളത് കൊണ്ട് ആ വന്ന വരവും ഷോക്കായി. ഇപ്പൊ ഈ ഇതിന്റെ കടയിൽ ഒട്ടിച്ച സ്റ്റിക്കറിന്റെ ഫോട്ടോ ഉണ്ടോ, അതിന് ചേച്ചി ചിരിച്ചോണ്ട് നിൽക്കുന്നതാണ്. അപ്പം എന്ത് വിഷമം ഉണ്ടെങ്കിലും ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. വിഷമം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് വിൽക്കാനും കൂടെയാണ്. വിറ്റാലും വിറ്റില്ലെങ്കിലും ചിരിച്ചോണ്ടിരിക്കുവോ? അല്ല ഇപ്പൊ ചിരിക്കണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. എത്രമാത്രം വിഷമം ഉണ്ടെങ്കിലും നമ്മളെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരെ ചിരിച്ചു കാണിക്കുക. കാരണം കരഞ്ഞു കാണിച്ചപ്പോ ഒരുപാട് പേരുദോഷങ്ങളും ഒരുപാട് കണ്ണുനീരും മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരുപാട് കരഞ്ഞു കാണിച്ച് മാമ എനിക്ക് 1 രൂപ തരുമോ അല്ലെങ്കിൽ 10 രൂപ തരുമോ, എനിക്ക് എന്റെ കുഞ്ഞിന് പാല് വാങ്ങിക്കാനാണ്. കരഞ്ഞുകൊണ്ട് എന്റെ കണ്ണീന്ന് ഒരുപാട് കണ്ണീര് വന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ചേച്ചിയെ കണ്ടുമുട്ടിയപ്പോഴാണ് ചേച്ചിയുടെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത്, ഭക്ഷണത്തിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്ത്. ബാക്കി എന്താണ് ഇനി ചേച്ചിക്ക് പറയാനുള്ളത്? ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. കഷ്ടമാണ്. കാരണം എന്റെ കുഞ്ഞിന് പട്ടിണിക്കില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം നടക്കുന്നത്. കാരണം അവിടുന്ന് ടിക്കറ്റ് തമ്മാനൂരിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് നടന്നു വരും. അവിടുന്ന് നടന്ന് മലയും കീഴെത്തുമ്പോ ചിലപ്പോ തീരും, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കും. ഇവിടെ പൂജപ്പര ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ വന്നിരുന്ന് ടിക്കറ്റ് ഇരിക്കും. കാരണം എന്റെ മക്കളെ വയറ് വീട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ വിശപ്പ് മാറ്റാൻ വേണ്ടി. എന്റെ വയറ് ഞാൻ ഇറക്കിയിട്ട് ആരെന്ത് തന്നാലും ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് എന്റെ മക്കള് സന്തോഷത്തോടെ തിങ്ങനെ കാണുമ്പോ അതൊരു സന്തോഷമാണ്, അതൊരു നിറമാണ്. കാരണം ഞാൻ പട്ടിണി ഇരുന്നോളൂ. ഞാൻ എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസമാണെങ്കിലും പച്ചവെള്ളം കുടിച്ചോണ്ട് ഞാൻ ഇരുന്നോളൂ. പക്ഷെ എന്റെ മക്കൾ അങ്ങനെ ഇരുത്താൻ പറ്റൂല. കാരണം ആശുപത്രി പോയാലും ഡോക്ടർമാർ പറയണം നല്ല ഫുഡ് കൊടുക്കണം, നല്ലതായിട്ട് നോക്കണം എന്നാണ് ഡോക്ടർമാർ പറയണം. ബ്ലഡൊക്കെ കുറവാണ് എന്നെയും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്റെ വയറ് ഉരുക്കി കെട്ടിയിട്ട് എന്റെ മക്കളുടെ വയറ്, കാരണം അവരെ വളർത്തണം, അവര് നല്ലതായിട്ട് പഠിച്ച് ഇനി എനിക്കൊരു കാലം ഇല്ല. കാരണം എന്റെ മക്കള് ഇനി അവരുടെ ഉയർച്ച, അവരുടെ വളർച്ച. എന്തായാലും ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം എന്ന് വെച്ചാൽ ഒരു ലോട്ടറി എടുത്ത് സഹായിക്കണം. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ പൂജപ്പുര ഇനി ഡെയിലി ഞാൻ ഉണ്ടാവും. കാരണം ഈ ഒരു തട്ട് എനിക്ക് കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്നരടമാണ് ഈ ടിക്കറ്റും കൊണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇറങ്ങണത്. അപ്പൊ ഇനി ഡെയിലി ഇവിടെ ഉണ്ടാവും. അമ്മ മോൻ ആ ഒരു ഇത് അതെനിക്ക് തന്ന ഏറ്റവും വലിയ ജീവിത മാർഗമാണ്. കാരണം എന്റെ മക്കള് എന്റെ മോനെന്ന് എനിക്ക് കൂട്ടിച്ചേർത്തപ്പോ എനിക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷമായി. 2.5 വർഷം കൊണ്ട് ലോട്ടറി വിൽക്കുന്നു. ഈ 2.5 വർഷം കൊണ്ട് ഇവനും കൂടെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇവനും അതിന്റെ ഇവനും ഒരു എന്താ പറയാ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ഈ ഒരു ബിസിനസിന്റെ. അപ്പൊ അവന്റെ പേര് എന്തായാലും വേണമല്ലോ ഇതില്. നിങ്ങളെ ആരെ കൊണ്ട് പറ്റുന്നത്. കാരണം അടിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർ പറയും 100 രൂപ അടിച്ച്, 2000 അടിച്ച്, 500 രൂപ അടിച്ച് എന്ന് പറയും. ചില ഒരാൾക്ക് 1000 രൂപ അടിച്ചിട്ട് 200 രൂപ എനിക്ക് കൊണ്ടു തന്നു. അതും കൊണ്ട് അവര് കുറെ ദിവസം നോക്കി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ 200 രൂപ കൊണ്ട് എന്റെ കൈ തന്നപ്പോ ഞാൻ അവരോടും പറഞ്ഞു ദയവായിട്ട് നിങ്ങൾ എനിക്ക് കൊണ്ടു തന്നു. കാരണം അടിക്കുന്ന പ്രൈസ് ചിലവർ പറയും എനിക്ക് അടിച്ചു എന്ന് മാത്രമേ കേൾക്കാറുള്ളൂ. ഇതൊരു ജീവിത മാർഗമാണല്ലേ. അപ്പൊ ഇതൊരു ജീവിതം വഴി പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുത്ത് സഹായിച്ചാൽ സ്കൂളിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ടിക്കറ്റ് എടുത്ത് സഹായിച്ചാൽ മതി. കൂടുതലൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാണുന്നവര് ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ നമ്മളെ ചെറുതായിട്ടൊന്ന് സഹായിക്കുകയും കൂടെ ചെയ്താൽ
എന്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു വിശപ്പ് മാറാൻ വേണ്ടി. കാരണം ഈ 2-2.5-3 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു മോനും ഉണ്ട്, പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും ഉണ്ട്, പിന്നെ വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ലോട്ടറിയുടെ ഒരു വരുമാനം അപ്പൊ ഈ ഒരു ബുക്ക് വെക്കുമ്പോ 150 രൂപ കിട്ടുമല്ലേ? 150 ആയിരുന്നു, ഇപ്പൊ അതിൽ കുറഞ്ഞാണ് പറഞ്ഞത്. വീണ്ടും കുറഞ്ഞു കുറഞ്ഞ് അവര് ടിക്കറ്റിന്റെ പ്രൈസ് കൂട്ടി വെച്ചിരിക്കുകയും ചെയ്യണം. പക്ഷെ നമുക്ക് ലാഭം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ 150 താഴെയാണ് അവര് റേറ്റ് വരുന്നത്, ലാഭം വരുന്നത്. അപ്പൊ 2 ബുക്കെങ്കിലും ഒരു 50 ടിക്കറ്റ് വെക്കുമ്പോഴായിരിക്കും ചിലപ്പോ ഒരു 250-300 കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ മാസം വന്ന് നോക്കണേ തന്നെ ഒരു 7500 വരുള്ളൂ. അപ്പൊ ഒരു 7500 എന്തായാലും ഒരു കുടുംബം ജീവിക്കാനുള്ള വരുമാനം ഇല്ല. അപ്പൊ ഇവര് 4 പേരുണ്ട്. അപ്പൊ അവർക്ക് ആഹാരം മേടിക്കാനുള്ള ഒന്നും തികയില്ല. എന്നാലും അതെങ്കിലും ജീവിച്ച് പോകണം എന്നുള്ളത് കൊണ്ടാണ് അവര് പറഞ്ഞത്. വേറെ ജോലിക്ക് ചേച്ചിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പലരും ചോദിച്ച് വേറെ ജോലിക്ക് ചേച്ചിക്ക് റെഡിയാക്കി കൊടുക്കാൻ ട്രൈ ചെയ്ത് നോക്കുമെന്ന്. പക്ഷെ ഈ മോനെ ഇട്ടിട്ട് വേറൊരു ജോലിക്ക് പോകാൻ പറ്റൂല. കാരണം ഇവന് ചെറിയൊരു വയ്യാത്തതുകൊണ്ടും ഒരു ഏങ്ങലിൻ്റെ ഇതുള്ളതുകൊണ്ട് ഇവനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ അമ്മ വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ചേച്ചിക്ക് പറ്റുന്ന ഒരു തൊഴിലായിട്ടുള്ള ഈ ഒരു ലോട്ടറിയുടെ. കാരണം അവനെ എപ്പോഴാണ് അൺകോൺഷ്യസ് ആവണമെന്നൊന്നും പറയാൻ പറ്റൂല. എന്നെ കണ്ടില്ലെങ്കിൽ ഉള്ളുകൊണ്ട് ഏങ്ങലാണ്. പുറമെ എല്ലാവരും നോക്കിയിട്ട് അവ ഇങ്ങനെ ഉള്ളുകൊണ്ട് ഏങ്ങണതാണ്. പുറമെ ഏങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ചു നിർത്താം, അവനെ കളിപ്പിക്കാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഉള്ളേങ്ങിട്ട് സ്വയം അങ്ങ് ഒരു ഇതാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൊണ്ട് നടക്കുന്നത്. എല്ലാരും പറയണത് വിൽക്കാൻ കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ പിഷാടനത്തിന് കൊണ്ട് നടക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതും പോയിട്ട് സൈഡിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞൊരു വിഷമം. ഞാൻ ആ ഒരു രീതിയിൽ നിന്നതാണ്. കാരണം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ പിന്നെ ഞാനില്ല. കാരണം അയാൾ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം മതി, അയാളല്ല എനിക്ക് ജീവിതം എന്നുള്ള ഇതിൽ. കാരണം അവരെ പട്ടിണിക്കില്ലാതെ കൊണ്ടുപോകണം, എൻ്റെ അമ്മയെ നോക്കണം മരണം വരെ, എൻ്റെ മക്കളെ നോക്കണം. ഇത് മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പൈസ, അത് ഈ ഓരോ ടിക്കറ്റ് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചാണ് ഞാൻ മുന്നോട്ട് പോണത്. പക്ഷെ അത് ചില ദിവസം വിൽക്കാൻ പറ്റും, ചില ദിവസം വിൽക്കാൻ പറ്റില്ല. ആരും അങ്ങനെ എടുക്കൂല. രാത്രി ഒരു സന്ധ്യ ആകുമ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ എല്ലാവരും ടാറ്റ കാണിക്കാനേ ഉള്ളൂ. കാരണം അപ്പോഴെനിക്കൊരു വിഷമമുണ്ട്. അതുവരെ ഞാൻ അവിടെ ഇരുന്നിട്ട് പോയില്ലെങ്കിൽ നടക്കുകയാണ് ചെയ്യണത്. മലയും കീഴ് വരെ ഞാൻ നടക്കും. ചിലപ്പം ഇവിടെ തിരുമല എത്തുമ്പോൾ ചില ആൾക്കാർ മനസാക്ഷി കാണിച്ച് എല്ലാം ഒരിക്കൽ ഞാൻ തിരുമല ഒരു കടയിൽ അവിടെ എത്തിയപ്പോൾ തല ഇറങ്ങി വീഴുന്നു. അവരത്രയും എടുത്തു. ആ ലോട്ടറി ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാര് അത്രയും എടുത്തു. ചേച്ചി ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണം കേട്ടാ. ഇങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ചേച്ചി ഇല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് ആരാണുള്ളത് അത് പറ. ചേച്ചി ആഹാരം കഴിക്കുന്നില്ല, ആരോഗ്യമില്ല, ചേച്ചി വീണുപോയി, മക്കൾക്ക് ആരുണ്ട്? ഈ വയസ്സായ അമ്മയ്ക്ക് നോക്കാൻ പറ്റൂല. അപ്പൊ ഈ മക്കൾ എന്ത് ചെയ്യും? പിന്നെ അല്ല, എന്റെ മക്കള് രാവിലെ ഒന്നും കഴിക്കൂല. കാരണം കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം ഈ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വിറ്റാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. ഇല്ലെങ്കിൽ നമ്മള് പിന്നെ ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ടൊക്കെയാണ് വീണ്ടും ഞാൻ ടിക്കറ്റ് എടുക്കണം. കാരണം ഇത് ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ മരണം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. കാരണം ഈ കുഞ്ഞിനെ ഞാനും കൊണ്ട് എവിടെയെങ്കിലും പോയി മരിക്കേണ്ട ഗതിയെ വരുള്ളൂ, ജീവിച്ചിരിക്കൂല. കാരണം ആരുമില്ല. ചേച്ചി അങ്ങനെ ഞാൻ ആത്മഹത്യ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. പിന്നെ ഞാൻ പറയാണ്, ഒരു നേരെങ്കിലും ആഹാരം കഴിക്കണം, ചോറെങ്കിലും വെച്ച് കഴിക്കണം കേട്ടാ. കഴിച്ചാലേ മക്കളെ നോക്കാൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മക്കളെ പിടിച്ചോണ്ട് പോവും അവര്. സന്തോഷമുണ്ട്. എനിക്ക് നടക്കണ്ടല്ലോ, ഇവിടെ ഇരുന്നാ മതിയല്ലോ. അതില് ആൾക്കാര് വാങ്ങിച്ചാൽ മതി. അതെന്തായാലും ഇവിടെ വരണവരെന്തായാലും ഇതുവഴി പോണവരൊക്കെ എന്തായാലും ചേച്ചിയുടെ ലോട്ടറി എടുക്കും. അതൊരു സഹായമാവും ചേച്ചിക്ക്. കാരണം ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്തപ്പോഴേ ചേച്ചിക്ക് ആ ഒരു സന്തോഷമില്ലേ, എനിക്കതാണ് ഏറ്റവും വലുത്. അപ്പൊ നിങ്ങളെ മനസ്സിലാണെങ്കിൽ ഒരു ഹെൽപ്പ് കിട്ടിയെന്നുള്ളതല്ലേ, ഒരു ജീവിക്കാൻ ഒരു ഇതുണ്ടായില്ലേ. ഒരാൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അപ്പുറം വലുതൊന്നുമില്ല. അപ്പം അതെനിക്ക് വലിയ സന്തോഷമായി. നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കണം, മനസ്സിലായ? മക്കളും വലിയ നിലയിലാവണം. അവരും പഠിക്കാനുള്ളതല്ലേ, 2ാം ക്ലാസ്സിലാണ്. സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ എല്ലാവരും വരണം. നമ്മുടെ പൂജപ്പുരയിൽ നിന്ന് തിരുമല പോണ വഴിക്ക് റോട്ടറി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വന്ന് ലോട്ടറി എടുത്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ. ഒരു ടാറ്റ പറ മോളെ. ഫസ്റ്റാണ് കേട്ടാ, ഫസ്റ്റത്തെയാണ്. ഓക്കെ, ശരി. എന്താന്ന് വാച്ച് വേണോ? എന്ത് വാച്ച് വേണം? ഓ, വാങ്ങിച്ചു തരാം. ബാ, അങ്ങോട്ട് പോ.
നാളത്തെ 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 നാളത്തെയാണെന്നാ നാളത്തെ 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 ഒന്നല്ലേ വയ്ക്കുള്ളൂ? ഒന്ന് വീതം. എത്ര ലോട്ടറി എടുത്തേച്ചി? 6 ബുക്ക്. 2 ബുക്കിന്റെ പൈസ കൊടുക്കണേ വിട്ടിട്ട്. പള്ളിയിൽ പോയപ്പോ എന്താണ് പ്രാർത്ഥിച്ചേ? കട കിട്ടണമെന്നാ? ആഹാ, നിനക്ക് അറിയായിരുന്നോ? അപ്പൊ നീ ഇതെങ്ങനെ അറിഞ്ഞത്? നമ്മള് സർപ്രൈസ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ ഇവള് നേരത്തെ അറിഞ്ഞ്. കട കിട്ടണമെന്നാ പറയാം. ഇപ്പൊ കട കിട്ടിയല്ല, പ്രാർത്ഥിച്ചപ്പോ കട കിട്ടിയല്ല. ഇനി എന്ത് വേണമെന്നാണ് ആഗ്രഹിക്കണേ, പ്രാർത്ഥിക്കണേ? ഇനി ഒന്നും വേണ്ടേ? ഒന്നും വേണ്ടേ ഇനി? ആ, ഇനി ഒന്നും വേണ്ട. കടയായിരുന്നു ആഗ്രഹം, കട സാധിച്ചു. എങ്ങനെയുണ്ട്? ഇത് പേര് മനസ്സിൽ നിൽക്കുന്നില്ല. പേരെന്താ? എല്ലാം കഴിച്ചോണം, എല്ലാം. ഇല്ലെങ്കിൽ ഇവിടെ കയറെടുത്ത് വെക്ക്. അയ്യോ മതി മതി, ഇതെന്തിനെടുത്തിരിക്കുന്നത്? അവിടെ ഇല്ല അല്ല, അവിടെ വിളമ്പി കൊടുക്കണം. അവിടെ വിളമ്പല്. തിന്നോക്കെ എനിക്ക് വേണ്ട, ഇത് മതി. ഇത് മതിയാ? പിടിച്ചു നോക്ക്. അതല്ല, ഇതാ കാറാ. ഓ നീ ഏത് വേണം? അത് മതിയാ? ഓക്കെ, അവന് മഞ്ഞ വേണ്ടാണ്. അവൾ അതേ ഡ്രസ്സിന്റെ കളർ. ഓക്കെ മതിയാ? സ്പൈഡർമാൻ.
വലുതല്ല, ചെറുതാക്കാം. ബെൻഡൻ. ആ പറ. സ്പൈഡർമാൻ വേണോ? ആ ഓക്കേ. സ്പൈഡർമാൻ രണ്ടെണ്ണം ആക്കിയ ഏതാണോ? ഒന്ന് മതി. ആ ഓക്കെ. നമുക്ക് സ്പൈഡർമാൻ മതിയെന്ന്. ആൺകുട്ടികളുടെ ലൈറ്റ് കത്തണം. ഡോറ ബുജി എന്താണോ? ഇതാണ് നല്ലത്. ഇത് പെൺകുട്ടിയുടെ ഡോറ ബുജി. എവിടെ മതിയാ? ഇതൊന്നും വേണ്ടേ? അച്ഛനെടുത്ത് വലത്ത് വേറെ കളറ്. ഓ അങ്ങനെ. ഈ കയ്യില കെട്ടണേ? കയ്യില് കെട്ടിത്ത കൈ ഒപ്പടോ എനിക്കും കെട്ടിത്ത. കൈ എനിക്കും കെട്ടിത്ത. ചട്ടിയിൽ പോയില്ല. ഏല്ല ചേട്ടനാ? ഇനി വേണ്ട കാർ. ഞാൻ ഇതിപ്പോ കാർ വേണോ? ഒന്നും കഴിച്ചില്ലല്ലോ, പിന്നെ അങ്ങനെ കാർ ഓടിക്കണം? അതേനോ, ഒന്നും കഴിച്ചില്ല. കഴിക്കോ നീ? കഴിക്കൂലേ? കഴിക്കെങ്കിൽ വാങ്ങിച്ചു തരാം. കഴിക്കെങ്കിൽ വാങ്ങിച്ചു തരാം. കഴിക്കോ? കഴിക്കൂല. ഈ കാറ് ഇത് നീ വേണോ? അത് മതി. പോക്കാ പോയി വെടി വെച്ച് കൊല്ലല്ലേ? മതിയാ? ഇത് വേണോ? ഇതാ തോക്ക് വേണോ? ബസ്സാ? ബസ് എവിടെ ഇരിക്കുന്നത്? തെരഞ്ഞെടുക്കാൻ നോക്കണേ. നേരത്തെ കണ്ടില്ല. ഇതാ ഇത് മതിയല്ല? ഇത് ബില്ലടിക്കാൻ കൊടുക്കട്ടെ. ഇത് വേണ്ടേ? ഇത് വേണ്ടേ? കഴിച്ച് പൊട്ടിക്കാനാ? ടാറ്റോടെ അവള് ടാറ്റ. ആ ഓക്കെ ആണോ? ഓക്കെ സ്വാമി മന്നിച്ചെടുക്കുക.
എത്ര എടുക്കേ? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എന്നാ നാപ്പണ എണ്ണിക്കോ അപ്പം എത്ര 40 ആ 2000 രൂപ. 2000 അവിടെ റോഡിൽ നിന്ന് പോകേണ്ട നമ്മളായിട്ട്. ഓക്കെ ശരി. ലാവണ്യ ദന്തൽ ക്ലിനിക് അത് അപ്പൊ അതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളെ പൂജപ്പുരയിൽ റോട്ടറി പോകുമ്പോൾ റോട്ടറി കഴിഞ്ഞിട്ടല്ലേ, റോട്ടറി അല്ലേ, റോട്ടറി മറ്റേ SBI ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ വലത്തെ സൈഡില് ലാവണ്യ ദന്തൽ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഒരു ചിപ്സ് കടയൊക്കെ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ അമ്മയും മോനും എന്ന് പറഞ്ഞ ഈ ഒരു ലോട്ടറി കടയുള്ളത്. ഇതിൽ അമ്മയും മോനുമാണ് താഴെ നിൽക്കുന്നത്. ഇത് മോന്, അത് അമ്മ. അപ്പം എത്ര മണി തൊട്ടുണ്ട് ഇവിടെ ലോട്ടറി കട? വൈകുന്നേരം വരെ 7 മണി വരെ പൊട്ടിച്ചേരാം. ഉച്ച തൊട്ട് രാവിലെ തൊട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ടിക്കറ്റ് വീതം എടുത്ത് സഹായിക്കണം. കാരണം ഇത് വിറ്റ് കിട്ടുന്ന പൈസയ്ക്കാണ് കുഞ്ഞുങ്ങളുടെ വിശപ്പ്, അവരുടെ പഠിത്ത ചെലവ്, അവരുടെ കാര്യങ്ങളെല്ലാം ഇത് വിറ്റ് കിട്ടിയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ വീട്ടിലാണ്, വീട്ടു ജോലിക്കോ ഒന്നും പോകാൻ പറ്റൂല. ആള് ആരോഗ്യം ഒരിതായിട്ടിരിക്കണേണ്. ആയ കാലത്ത് വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളെ നോക്കി. അപ്പം എൻ്റെ ജീവിതം എൻ്റെ മക്കളെ നോക്കണമെന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ. അപ്പം അവരുടെ വിശപ്പ് ഞാൻ എൻ്റെ വേറെ എത്ര വേണമെങ്കിലും ഇറുക്കി കെട്ടും, എൻ്റെ അമ്മ ഇറുക്കി കെട്ടിയതുപോലെ ഞാൻ ഇറുക്കി കെട്ടും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ വിശപ്പ് അത് എനിക്ക് പറ്റണില്ല. എന്തായാലും എല്ലാരും ഒന്ന് എടുക്കും, ലോട്ടറിക്ക് എടുക്കും. എടുത്ത് സഹായിച്ച വലിയ ഭാരം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇനി എന്നും നടക്കേണ്ട വന്നേനെ എന്നുള്ളൊരു മനസ്സിലൊരിതുണ്ടായിരുന്നു. കാരണം എന്നും ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് നടക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ടിക്കറ്റ് വീതം എടുത്ത് സഹായിക്കണം. കാരണം ഇത് വിറ്റ് കിട്ടുന്ന പൈസയ്ക്കാണ് കുഞ്ഞുങ്ങളുടെ വിശപ്പ്, അവരുടെ പഠിത്ത ചെലവ്, അവരുടെ കാര്യങ്ങളെല്ലാം ഇത് വിറ്റ് കിട്ടിയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ വീട്ടിലാണ്, വീട്ടു ജോലിക്കോ ഒന്നും പോകാൻ പറ്റൂല. ആള് ആരോഗ്യം ഒരിതായിട്ടിരിക്കണേണ്. ആയ കാലത്ത് വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളെ നോക്കി. അപ്പം എൻ്റെ ജീവിതം എൻ്റെ മക്കളെ നോക്കണമെന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ. അപ്പം അവരുടെ വിശപ്പ് ഞാൻ എൻ്റെ വേറെ എത്ര വേണമെങ്കിലും ഇറുക്കി കെട്ടും, എൻ്റെ അമ്മ ഇറുക്കി കെട്ടിയതുപോലെ ഞാൻ ഇറുക്കി കെട്ടും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ വിശപ്പ് അത് എനിക്ക് പറ്റണില്ല. എന്തായാലും എല്ലാരും ഒന്ന് എടുക്കും, ലോട്ടറിക്ക് എടുക്കും. എടുത്ത് സഹായിച്ച വലിയ ഭാരം.